ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ്പിയഷ്. എൻ്റെ പേര് അശ്വിൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് 18ാമത്തെ ലോക്സഭാ ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ ഏത് പാർട്ടിയായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, അതായത് നമ്മൾ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ പ്രഡിക്ഷൻ പറയുന്ന ആൾക്കാരല്ല, അതായത് പ്രൊഫഷണലായിട്ട് സർവേ എടുത്ത് പറയുന്നവർക്ക് തന്നെ അടിക്കടി തെറ്റാറുള്ളത് പതിവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതായത് കഴിഞ്ഞ ഒരു വർഷവും അതിലും പർട്ടിക്കുലർലി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എല്ലാ ദേശീയ ലെവലിലുള്ള മീഡിയാസുകളും ഓരോ പ്രഡിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രഡിക്ഷൻസ് എല്ലാം കമ്പയർ ചെയ്തിട്ട് അതിനുള്ള ഒരു ഫൈനൽ ഡിസിഷനാണ്. അതായത് ഓരോ സംസ്ഥാനത്തിനും ഏതേത് പാർട്ടി ആയിരിക്കും വരാൻ പോകുന്നത്. അത് ഒന്നോ രണ്ടോ പ്രഡിക്ഷൻസ് അല്ല, നമ്മൾ കുറേ പ്രഡിക്ഷൻസ് എല്ലാം കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താക്കാൻ തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all. വീഡിയോയിൽ കിടക്കുന്നതിൻ്റെ ഒരേ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഈ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വരാം. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ ഓരോ പാർട്ടിയും എത്ര സീറ്റുകൾ വീതം എടുത്തു, അതേപോലെ തന്നെ ഈ ഇലക്ഷനും ആ സീറ്റുകളെല്ലാം അവർക്ക് വിജയ സാധ്യതകൾ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം തൊട്ട് വരാം. അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് ഈ ഒരു വട്ടം ഇന്ത്യയിൽ ഏകദേശം 97 കോടിയിലും അധികം ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇത്രയും അധികം കോടി ജനങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഒരു പോർഷൻ ആൾക്കാർ തീർച്ചയായിട്ടും വോട്ട് ചെയ്യില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 18ാം തീയതി ആയിരുന്നു ഇന്ത്യത്തെ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ അതിലും വലിയൊരു പോർഷൻ ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ 26ാം തീയതിയാണ് കേരളത്തിൽ വോട്ട് നടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല പല സ്ഥലത്തും വോട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വട്ടത്തെ 543 സീറ്റിനാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇതിൽ 272 സീറ്റ് ഏത് പാർട്ടി ജയിക്കുന്നോ അവരായിരിക്കും കേന്ദ്രത്തിൽ ഭരണം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണം. അതായത് നിങ്ങൾക്ക് ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വോട്ട് വരുത്താം. പക്ഷേ നിങ്ങൾ ഒരു പാർട്ടിക്ക് എതിരെ നിൽക്കുമ്പോൾ മറ്റു പാർട്ടിക്ക് എന്തായാലും വോട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങൾ വോട്ട് ചെയ്യാതെ മാറി നിൽക്കരുത്. അല്ലെങ്കിൽ നോട്ടേക്ക് എങ്ങാനും നിങ്ങളുടെ വോട്ട് പോയി രേഖപ്പെടുത്തുക. അപ്പോൾ ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വട്ടത്തെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ഇലക്ഷൻ ക്യാമ്പയിൻ എല്ലാം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആവർത്തിച്ച് NDA സഖ്യം, അതായത് BJP സഖ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 400ലും അധികം സീറ്റുകൾ അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് BJP തനിച്ച് 370 സീറ്റുകളിലും മൊത്തം NDA സഖ്യത്തിലുള്ള പാർട്ടികളെല്ലാം ചേർന്ന് 400ലും അധികം സീറ്റുകൾ അവരുടെ വശം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 2019 ഇലക്ഷൻ നടന്നു. അതിൽ 303 സീറ്റുകളാണ് BJP നേടിയത്. അതേപോലെ തന്നെ 2014 ഇലക്ഷൻ, അതായത് മോഡിയുടെ 1.0 ആ ഒരു ഇലക്ഷൻ സമയത്ത് 282 സീറ്റുകളാണ് BJP ജയിച്ചത്. അപ്പോൾ ഈ രണ്ട് ഇലക്ഷനും കമ്പയർ ചെയ്യുമ്പോൾ ഈ വട്ടം 400ലും അധികം സീറ്റുകൾ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ 2014 മുമ്പ് ഒരു പാർട്ടി ഇത്രയും അധികം മെജോറിറ്റി വാങ്ങുന്നത് 1985-ലായിരുന്നു. അത് കോൺഗ്രസ് തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് അത്രയും സീറ്റുകൾ കോൺഗ്രസിൽ ഒഴുകിയെത്താനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായിരുന്നു ഇന്ദിരാഗാന്ധി അസാസിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എമോഷൻ കാരണം എല്ലാ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയായിരുന്നു. അപ്പോൾ 1985 ശേഷം ഏകദേശം 30 വർഷം പിന്നിടുമ്പോഴാണ് അതായത് പിന്നെ ഒരു പാർട്ടി സിംഗിൾ മെജോറിറ്റിയായി ജയിക്കുന്നത്. അത് BJP ആയിരുന്നു. മോഡിയുടെ 1.0 ഏകദേശം 282 സീറ്റുകളായിരുന്നു അവർ ലഭിച്ചത്. അതിനുശേഷം അതായത് മോഡി ഗവൺമെൻറ് 2.0 വരുമ്പോൾ എല്ലാവർക്കും അതായത് മോഡി ഗവൺമെൻറ്റുമായിട്ട് പല വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് എന്തായാലും മോഡി ഗവൺമെൻറ് ജയിക്കില്ല എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ഒരു 2019 ഇലക്ഷൻ്റെ തൊട്ട് മുൻപായിരുന്നു പുൽവാമ അറ്റാക്ക് നടന്നതും അതിനുശേഷം അതായത് ഇന്ത്യ എയർ സ്ട്രൈക്ക് ചെയ്തതും. അപ്പോൾ ഈ ഒരു എമോഷൻ കൊണ്ട് തീർച്ചയായിട്ടും BJP ജയിക്കുകയും ആ ഒരു സമയത്ത് 303 എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യമായിരുന്നു BJP പിടിച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തോട്ട് BJP എത്തിയപ്പോൾ എല്ലാവരും അതായത് ഒന്ന് ഷോക്കായി എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് BJP ഇത്തവണ വിചാരിക്കുന്നത് അതായത് 370 സീറ്റുകൾ അവർക്ക് തനിച്ച് നേടാൻ കഴിയും എന്നാണ് ഇപ്പോൾ BJP പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പോസിബിൾ അല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് കുറേ
കുറേയധികം ചാലഞ്ച് ഉണ്ട്. അതായത് ഈ 370 അവർ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറേയധികം ചാലഞ്ച് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് കൂടുതൽ MP സീറ്റുള്ള സംസ്ഥാനങ്ങളുടെ എല്ലാ സീറ്റുകളും അവർ തുടച്ചു വാരിയാൽ മാത്രമോ അവർക്ക് ഈ 370 എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സംഖ്യയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ചാലഞ്ചസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഗുജറാത്തിൽ എടുക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ 26 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 26 സീറ്റിൽ ഡെഫിനറ്റായിട്ടും 26 സീറ്റും BJP ജയിക്കും എന്നുള്ളതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അത് അത്രമാത്രം ഡാം ഷുവറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ മോഡി അവിടുത്തെ CM ആയിരുന്ന കാലം കൊണ്ട് തന്നെ അവിടെ നല്ല ഡെവലപ്മെൻറ്റായിട്ടും കൊണ്ടുവന്നത്. അതായത് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2014 മോഡി വരികയും അത്രമാത്രം സ്ട്രോങ് ആയിട്ട് ജയിക്കുകയും കാരണം ഗുജറാത്തിൽ അത്രമാത്രം ഡെവലപ്മെൻറ്റാണ് മോഡി CM ആയിരുന്ന കാലം തൊട്ടേ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് തന്നെ ഗുജറാത്തിൽ ഏകദേശം 26 സീറ്റുകളിൽ മാക്സിമം എല്ലാ ഇലക്ഷനിലും BJP തന്നെയാണ് 26ഉം കോൺക്വർ ചെയ്തിരിക്കുന്നത്. ഇനി രാജസ്ഥാൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ വട്ടം 25 സീറ്റുകൾ ഉണ്ടായിരുന്നത് 25ഉം അവർ എടുത്തു. പക്ഷേ ഈ വട്ടത്തെ അസംബ്ലി ഇലക്ഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 10 സീറ്റോളം കോൺഗ്രസ് അവിടെ മുൻതൂക്കം വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 10 സീറ്റുകൾ കോൺഗ്രസിൻ്റെ ജയസാധ്യതകൾ കൂടുതലാണ് രാജസ്ഥാനിൽ ഇത്തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ ഏകദേശം 10 സീറ്റുകൾ BJP ഗവൺമെൻറ്റിന് കുറയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇത് കൺഫേം ആയിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ കർണാടകയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ 28 സീറ്റുകളാണ് കർണാടകയിൽ ഉള്ളത്. ഇതിൽ 25 സീറ്റുകളും കഴിഞ്ഞ വട്ടം ജയിച്ചിട്ടാണ് ആ ഒരു വമ്പിച്ച വിജയമായിരുന്നു കർണാടകയിൽ കഴിഞ്ഞ വട്ടം അവർക്ക് ലഭിച്ചത്. പക്ഷേ ഇത്തവണ അവിടുത്തെ കോൺഗ്രസ് ഇച്ചിരി സ്ട്രോങ് ആണ്. അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത്. അതായത് കോൺഗ്രസിൻ്റെ ചാണക്യൻ എന്ന് പറയപ്പെടുന്ന DK ശിവകുമാറാണ് അവിടെ കളത്തിലിറങ്ങി കളിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ കർണാടകയിൽ കോൺഗ്രസിനും BJPക്കും തമ്മിൽ നല്ലൊരു ശക്തമായ പോരാട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടത്തെ പോലെ 28ൽ 25 BJP ജയിക്കുമോ എന്നുള്ളതിൽ യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല. ചിലപ്പോൾ അത് 20ഓ 10ഓ ആയി ചുരുങ്ങാമെന്നാണ് പല സർവേകളിലും പറയുന്നത്. പക്ഷേ ഏകദേശം സർവേകൾ പറയുന്നത് അതായത് ഒരു 15 to 20 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലോട്ട് ചുരുങ്ങാം എന്നാണ് പറയുന്നത്. ആ ഒരു സ്ഥലത്തും BJPക്ക് കുറച്ച് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അവർക്ക് കഴിഞ്ഞ വട്ടം ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് മധ്യപ്രദേശ്, ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ മധ്യപ്രദേശിൻ്റെ കേസ് ഇത്തവണ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് കുറേ സ്ഥലങ്ങളിൽ BJP തോൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പല സർവേകളിലും വീണ്ടും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡൽഹിയുടെ സിനാരിയോ എടുത്തു നോക്കുകയാണെങ്കിലും ഡൽഹിയിൽ 7 MP സീറ്റ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വട്ടത്തെ ഇലക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ആ 7 സീറ്റും അവർ തന്നെയായിരുന്നു ജയിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ആ 7ഉം പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇതിന് പ്രധാനമായും പറയപ്പെടുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഡൽഹി CM ആയ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് അവരുടെയുള്ള പാർട്ടികളെല്ലാം ഇമോഷണലായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. അതായത് ആം ആദ്മി പാർട്ടീനെ മനഃപൂർവ്വം BJP ചതിക്കുക എന്ന് പറയുന്ന ഒരു ടോക്കെല്ലാം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ 7 സീറ്റിൽ എത്ര സീറ്റുകൾ കിട്ടും എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. പക്ഷേ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 7 മാക്സിമം സീറ്റും ആം ആദ്മി പാർട്ടി തന്നെ ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2019 ഇലക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഹരിയാനയുടെ കൂടുതൽ സീറ്റുകളും ഇവരുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഹരിയാനയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഫാർമേഴ്സ് ഇഷ്യൂ ഹരിയാനയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയതാണ്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഫാർമേഴ്സിൻ്റെ വോട്ടെല്ലാം തന്നെ BJPക്ക് എതിരായിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഡൽഹി CMൻ്റെ അറസ്റ്റും ഈ ഹരിയാനയിലും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയും അവിടെ വളർന്നു വരുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ കരുതപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുത്തെ വോട്ടുകളും BJPക്ക് നഷ്ടമാകാൻ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചണ്ഡീഗഡിലും കഴിഞ്ഞ വട്ടം ഏകദേശം സീറ്റുകളെല്ലാം തന്നെ BJPയുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും BJPക്ക് 303 സീറ്റുകൾ മാത്രമോ അവർക്ക് ടോട്ടൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ചാൻസസ് എടുത്തു നോക്കുകയാണെങ്കിൽ പക്ഷേ ഇത്തവണ ആന്ധ്രാപ്രദേശിൽ ഒരു ചെറിയ ഭരണമാറ്റം വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അവിടെയുള്ള തെലുങ്ക് ദേശ പാർട്ടി ആയിക്കോട്ടെ അതുപോലെ തന്നെ ജനസേന, BJP, YSR കോൺഗ്രസ് എന്ന് പറയുന്ന ഇത്രയും വലിയ പാർട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം സീറ്റുകളും BJPൻ്റെ കൈവശം പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭരണവർഷവുമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലുള്ള മാക്സിമം സീറ്റുകളും അതായത് ആന്ധ്രാപ്രദേശിൽ ഏകദേശം 42 സീറ്റുകളാണ് ഉള്ളത്. ഇതിലൊരു മെജോറിറ്റി സീറ്റുകളും BJPൻ്റെ കൈവശം പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എങ്കിൽ പോലും അവർക്ക് ആ ഒരു 370 എന്ന് പറയുന്ന സീറ്റുകൾ എത്തിച്ചേരുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ കേസ് എടുത്ത് നോക്കാം. അടുത്ത സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ്. അതെ, ഇന്ത്യൻ ലോക്സഭാ ഇലക്ഷനിൽ ആര് ജയിക്കും, ആര് പ്രൈം മിനിസ്റ്റർ ആവും എന്നുള്ള വിധിയെല്ലാം എഴുതുന്നത് ഇതേ ഉത്തർപ്രദേശാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ സംസ്ഥാനത്തിൽ ഏകദേശം 80 MP സീറ്റുകളാണ് ഉള്ളത്. അതായത് കേരളത്തിൽ 20 ഉള്ളത്. കേരളത്തിൻ്റെ 4 ഇരട്ടി MP സീറ്റാണ് ഒറ്റ സംസ്ഥാനത്തിന് ഉള്ളത്.
അപ്പോൾ ഈ ഒരു വട്ടം ഉത്തർപ്രദേശിൻ്റെ മാക്സിമം സീറ്റുകളും BJPയുടെ കൈവശം പോകാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് എന്നാണ് പറയുന്നത്. അതായത് 80 സീറ്റുകളുണ്ടെങ്കിൽ 72 to 75 സീറ്റുകളും BJPക്ക് കിട്ടും എന്നാണ് പല സർവേകളിലും റിപ്പീറ്റായി വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇതിനെ ഇത്രമാത്രം സ്ട്രോങ് ആയി പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ വട്ടമായിരുന്നു രാമജന്മഭൂമിയുടെ ആ ഒരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ ആ ഒരു എമോഷൻ വോട്ട്, അതായത് ഹിന്ദു വോട്ടുകളെല്ലാം മാക്സിമം BJPക്ക് ഉത്തർപ്രദേശിൽ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എങ്കിലും അവിടെയുള്ള ഒരു വിഭാഗം ഹിന്ദു ആൾക്കാർ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അവരെ OBC കാറ്റഗറിയിലൊന്നും ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞ് അവർ BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമെല്ലാം പാസ്സാക്കി അവർ വേറെ പാർട്ടീൻ്റെ കൂടെ പോകുക എന്ന് പറയുന്ന ഒരു തീരുമാനമെല്ലാം ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വട്ടം 64 സീറ്റുകളായിരുന്നു BJP ജയിച്ചത്. ഇത്തവണ അത് 72 മാറും എന്നാണ് പല സർവേകളിലും വീണ്ടും ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഇനി ബീഹാറിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടം ഏകദേശം സീറ്റുകളും BJPക്ക് കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വട്ടം ലല്ലു പ്രസാദ് യാദവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു പാർട്ടികളെല്ലാം തന്നെ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ BJPക്ക് അവിടെയുള്ള സീറ്റുകളും കൂടുതലും, അതായത് കുറേ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചാലഞ്ചസ് ഉണ്ടെങ്കിലും അതായത് നോർത്ത് ഇന്ത്യ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാക്സിമം സീറ്റുകളും BJPയുടെ കൈവശം തന്നെയാണ് പോകാനുള്ള സാധ്യതകൾ കൂടുതൽ. പക്ഷേ 370 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലോട്ട് പോകില്ല. അപ്പോൾ അവർ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. അതിനു മുമ്പ് സൗത്ത് ഇന്ത്യൻ്റെ കുറച്ച് കണക്കും കൂടെ നമുക്ക് നോക്കാണ്ട്. അതായത് സൗത്ത് ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ തമിഴ്നാട്, കേരള, കർണാടക, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം കണക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ തമിഴ്നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിൽ മൊത്തം 39 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 39 സീറ്റുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള പല സർവേകളിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 23 to 35, അതായത് 23 to 35 സീറ്റുകളായിരിക്കും ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന DMK സർക്കാരിന് കിട്ടാൻ ചാൻസസ് എന്നാണ് പറയുന്നത്. അതായത് DMK സർക്കാർ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ മുന്നണി തന്നെയാണ്, അതായത് ഇന്ത്യ അലയൻസിലുള്ള പാർട്ടിയാണ് ഈ DMK സർക്കാർ. അപ്പോൾ ഇവർക്ക് ഏകദേശം കോൺഗ്രസിനും ഈ DMKക്കും കൂടെ അവരുടെ സഖ്യകക്ഷിക്കെല്ലാം കൂടെ 23 to 35 സീറ്റുകളുടെ ഉള്ളിലായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ AIADMKക്ക് ഏകദേശം 3 സീറ്റുകളും അതുപോലെ തന്നെ BJPക്ക് 2 സീറ്റുകളും എന്ന് പറഞ്ഞ് കുറച്ച് സീറ്റുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കേരളത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 20 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 20 സീറ്റിൻ്റെ സർവേകൾ വീണ്ടും വന്നപ്പോഴും പലവട്ടം, അതായത് നമ്മൾ എല്ലാ ചാനലുകളും എടുത്തു നോക്കുമ്പോഴും കേരളത്തിൻ്റെ സർവേ മാത്രം എപ്പോഴും ഡിഫറൻ്റ് ആയിരുന്നു. അതായത് ഈ ചാനൽ ഇടുന്ന സർവേ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരുന്നു മറ്റൊരു ചാനൽ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അതായത് 2 പാർട്ടികൾ ആര് ജയിക്കും എന്നുള്ളതിൽ വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ BJPക്ക് ഒരു സീറ്റ് എങ്ങാനും ലഭിക്കാൻ ചാൻസസ് ഉണ്ട് എന്ന് പല സർവേകളിലും വീണ്ടും പറയുന്നു. അതായത് ഒരു സീറ്റുകൾ BJPക്ക് ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് 0 to 3 പല സർവേകളിലും പറയുന്നത്. പക്ഷേ ഒരു സീറ്റ് BJPക്ക് ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു എന്നാണ് പല സർവേകളിലും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി കർണാടകയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 28 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞു 25 സീറ്റും BJP ജയിച്ചു എന്ന്. പക്ഷേ ഇത്തവണ അതായത് 11 to 20 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയിലോട്ട് കുറയും എന്നാണ് പല സർവേകളിലും വീണ്ടും പറയുന്നത്. ഒരുപക്ഷെ അതിലും താഴാൻ ചാൻസസ് കൂടുതലാണ് എന്ന് പല മറ്റ് സർവേകളിലും പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 42 സീറ്റാണ് ഉള്ളത്. അപ്പോൾ ഈ 42 സീറ്റിൽ ഏകദേശം, അതായത് മാക്സിമം സീറ്റുകളും BJPക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഭരണപക്ഷവുമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് അത്രയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല സർവേകളും വീണ്ടും പറയുന്നു, അതായത് BJP തന്നെയായിരിക്കും ഇത്തവണ പോണ്ടിച്ചേരിനെ ഉറച്ചായും ഭരിക്കാൻ പോകുന്നതെന്ന്. ഇനി നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് വരാം. അതായത് ആരായിരിക്കും ഈ വട്ടം കേന്ദ്രം പിടിച്ചെടുക്കാൻ പോകുന്നത്? അതിനു മുമ്പ് തന്നെ BJPക്ക് എന്തെല്ലാം പോസിറ്റീവും നെഗറ്റീവാണ് ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ കുറേ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി തന്നെയാണ്. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന സ്ട്രോങ് ലീഡർ പല ആൾക്കാർക്കും അദ്ദേഹത്തിന് ഒരു സ്ട്രോങ് ലീഡറായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എതിരെ നിൽക്കാൻ ഒരു ആൾ പ്രതിപക്ഷത്തിൽ ഇല്ല എന്ന് പറയുന്ന ഒരു ടോക്ക് തന്നെ കോമൺ ആൾക്കാരുടെ ഇടയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടെന്ന് വെച്ചാൽ സ്ട്രോങ് ലീഡർ എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് മാക്സിമം BJP യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതായത് അവർക്ക് ഹിന്ദു വോട്ടുകളായ രാമജന്മഭൂമിൻ്റെ ആ ഒരു വോട്ടിൻ്റെ ഇമോഷൻ കുറേയധികം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ത്യയുടെ എക്കണോമി അതുപോലെ തന്നെ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ നിതിൻ ഗഡ്കരി ചെയ്ത ഒരു വാസ്റ്റ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസസിലെല്ലാം കുറേയധികം പോസിറ്റിവിറ്റി BJPക്ക് ഉണ്ടെങ്കിലും കുറേയധികം നെഗറ്റിവിറ്റി അവർക്കുണ്ട്. അതായത് നെഗറ്റിവിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് ഇപ്പോൾ കോൺഗ്രസ് എടുത്തു വെച്ചിരിക്കുന്ന ആയുധം. അപ്പോൾ ഈ ഒരു കേസിൽ കുറേയധികം വോട്ടുകൾ BJPക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്.
മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മൈനോറിറ്റി, അതായത് ഇന്ത്യയിലുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെയെല്ലാം BJP വളരെ മോശം, അതായത് വേസ്റ്റ് ആയ പെർഫോമൻസ് ആണ് അവർ നടത്തുന്നത് എന്ന് പറഞ്ഞ് ഒരു വിമർശനം കുറേ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചയായി എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ BJPക്ക് എതിരെ ശക്തമായ പ്രതിഷേധമാണ് മൈനോറിറ്റീസ് ആൾക്കാരെല്ലാം പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും CAA കൊണ്ടുവന്നപ്പോഴായിക്കോട്ടെ ഇങ്ങനെയുള്ള കേസുകളെല്ലാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മൈനോറിറ്റീസിൻ്റെ വോട്ടെല്ലാം തന്നെ BJPക്ക് കംപ്ലീറ്റ് ആയിട്ടും പോകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ 543 സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ 272 സീറ്റ് ഏത് പാർട്ടിക്ക് കിട്ടുന്നോ അല്ലെങ്കിൽ ഏത് കൂട്ടണിക്ക് കിട്ടുന്നോ അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. അപ്പോൾ 170 സീറ്റുകൾ ഏകദേശം ഒരു പാർട്ടിക്ക് തനിച്ച് കിട്ടുകയാണെങ്കിൽ അവരായിരിക്കും മാക്സിമം ഭരണത്തിലോട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സിനാരിയോ എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് 400ലും അധികം സീറ്റുകൾ ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് BJP ഇപ്പോൾ ഉറച്ച് അവർ പ്രചരണമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കലും പോസിബിൾ അല്ല. നിങ്ങൾ അതായത് ഓരോ സ്ഥലത്തിൻ്റെ നമ്മൾ സിനാരിയോ എടുത്തെടുത്ത് പറഞ്ഞു, അതായത് അവിടെ എന്തുകൊണ്ടാണ് BJPക്ക് നഷ്ടമാവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വട്ടം എന്ന് പറയുന്നത് അതായത് കുറേയധികം, അതായത് നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ആയ കുറേ സംസ്ഥാനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാം മാക്സിമം സീറ്റുകളും അവരെടുത്ത കാരണമാണ് അത്രയും അധികം സീറ്റുകൾ അവർക്ക് ലഭിക്കാനുള്ള പ്രധാന കാരണം. പക്ഷേ നമ്മൾ ഇന്നത്തെ സിനാരിയോ എടുത്തു നോക്കുകയാണെങ്കിൽ 543-ൽ, അതായത് 543-ൽ സൗത്ത് ഇന്ത്യ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 129 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിലും അതായത് ഏകദേശം 80 സീറ്റുകൾ കോൺഗ്രസിന് ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 80 സീറ്റുകൾ കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിലും 129 മൈനസ് ചെയ്യുകയാണെങ്കിലും ഏകദേശം അതായത് 450ഓളം നമുക്ക് അവിടെ കുറയുന്നു. ഇനി ബാക്കി അതായത് നോർത്ത് ഇന്ത്യത്തെ എല്ലാം കുറയുകയാണെങ്കിലും അതായത് NDA സഖ്യത്തിന് 400ലും അധികം കിട്ടില്ല എന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടുമില്ല. അവർക്ക് എന്തായാലും അത്രയും വലിയൊരു സീറ്റുകളൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയ ഒരു പ്രൊഡിക്ഷൻസ്. പക്ഷേ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ അത് ഡെഫിനറ്റായിട്ടും BJP തന്നെയായിരിക്കും. അതായത് ഏകദേശം അതായത് 272 തൊട്ട് 340 വരെയാണ് ഏകദേശം പ്രൊഡിക്ഷൻസിൽ പറയുന്നത്. 320 വരെ പല പ്രൊഡിക്ഷൻസിലും പറയുന്നുണ്ട്. 340 അതായത് അവർ പറയുന്നതിലും 60 സീറ്റുകൾ കുറഞ്ഞിട്ടായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എന്നാലും സിംഗിൾ മെജോറിറ്റി പാർട്ടിയായിട്ട് BJP തന്നെയായിരിക്കും കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടും വരാൻ പോകുന്നില്ല. കാരണം ഇതുവരെയുള്ള എല്ലാ സർവേകളും BJPക്ക് അനുകൂലമായ റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ അത് എത്ര സീറ്റുകളായി കുറയുന്നു എന്നുള്ളതിലാണ് ഇപ്പോൾ ഉള്ള പ്രതിപക്ഷ പാർട്ടികളുടെ മിടുക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. കാരണം അവരെ ഇലക്ഷൻ ക്യാമ്പയിനായിട്ടൊക്കെ ഇപ്പോൾ റീസെൻ്റായി നടന്ന പല ഇലക്ഷനിലും അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസും സ്ട്രോങ് ആയിട്ട് തന്നെ അവരും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കുറേയധികം സീറ്റുകൾ കോൺഗ്രസിനും പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കോൺഗ്രസ് ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയം തന്നെയാണ്. അതായത് വല്ല മിറാക്കിളും സംഭവിക്കുകയാണെങ്കിൽ മാത്രമോ ലാസ്റ്റ് സമയത്ത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മിസ്റ്റേക്ക് ആക്കി എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഏതെല്ലാം കാര്യത്തിൽ നമ്മൾ മിസ് ഔട്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അഭിപ്രായമായി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്യുന്നതാണ്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ തംസ് ബട്ടൺ, സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യുക.